അതിനകത്ത് പുഴുണ്ടാവും, മര്യാദക്ക് നോക്ക്. ഞാൻ നോക്കല്ലേ. ഇങ്ങനെ എല്ലാരും മുരിങ്ങാല ശരിയാക്കണേ. ഇന്ന് നാത്തു നോക്കുന്ന എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നാ ഒന്ന് നോക്ക്. അതൊന്നും വയ്യ. നാത്തുനെ എന്നോടും അമ്മയുടെ ഈ നാട്ടുകാർക്കൊക്കെ ഭയങ്കര അസൂയ. അതെന്താ നിന്നോടും അമ്മയോടും നാട്ടുകാർക്ക് അസൂയ? അല്ല, ഈ സാധാരണ അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ എപ്പോഴും വഴക്കല്ലേ എല്ലാ വീട്ടിലും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞങ്ങള് ഭയങ്കര സ്നേഹത്തിലല്ലേ. അയ്യടാ, അത് നിന്റെ മിടുക്കൊന്നും അല്ല, എന്റെ അമ്മയുടെ മിടുക്കാ. നിന്നെ ഉണ്ടല്ലോ ഒരു മരുമോളായിട്ട് അമ്മ ഒരിക്കലും കണ്ടിട്ടില്ല, സ്വന്തം മോളായിട്ടല്ലേ കണ്ടത്. പിന്നെ അതൊന്നും അല്ല. ഇപ്പൊ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും കാണിച്ചാലും ഞാനൊന്നും മിണ്ടൂല, പ്രായമായതല്ലേ. അയ്യോ എന്തൊരു പാവം. എന്നിട്ട് ആ അമ്മ വീട്ടിലേടി നീ കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നിന്റെ വീട്ടിലോട്ട് പോയത്? നാത്തൊരു 3-ാമത്തെ ദിവസം എന്റെ വീട്ടിൽ പോകുന്ന ചടങ്ങല്ലേ കല്യാണം കഴിഞ്ഞിട്ട്. അതിന് പിന്നെ എനിക്ക് പോകണ്ടേ? നാത്തൊരു ഒളിച്ചോടി പോയതുകൊണ്ട് ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും പറഞ്ഞ ഉടനെ അങ്ങോട്ട് ഒളിച്ചോടി പോയ കാര്യം പറയും. അപ്പൊ എന്റെ മനുഷ്യനൊന്നും മിണ്ടൂല്ലോ. ഞാൻ പറഞ്ഞതിന്റെ സത്യല്ലേ. എന്നാ 3-4 അടുത്ത് നോക്കുന്നേ, അപ്പൊ വേഗം ആവും. പറ്റില്ല, ഒളിച്ചോടി പോയ ആൾക്കാർ ഇതൊക്കെ ശരിയാവില്ല. ഇത് എന്തീ കനകേട്ടൻ വരാത്ത? നീ അമ്മ വരാത്തത് അതെ, ആവശ്യത്തിൽ കൂടുതൽ കാശായി കഴിയുമ്പോ പിന്നെ ജോലി ഉപേക്ഷിക്കല്ലേ? ഓ, ഞാൻ ജോലി രാജിവെക്കാൻ പോവാടാ. അധ്വാനിക്കാതെ കാശ് കിട്ടണല്ലേ? ഓ, ഇന്നത്തെ പതിവില്ലാതെ എന്ത്? അല്ല, നിന്നെ ഇവിടെ കാണാറില്ലല്ലോ. എന്റെ വീട് അപ്പുറത്താ. ആണോ? അതെ ജമതി, നമ്മള് രക്ഷപ്പെട്ടടി. എന്താ ലോട്ടറി എങ്ങനെ അടിച്ചോടാ? ആ, ഇത് ലോട്ടറി തന്നെയാ. അയ്യോ, ലോട്ടറി അടിച്ചോ? പറ, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഇതിന് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ ജമന്തി, നിനക്ക് ഓഹരി കിട്ടിയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന വലിയ ബിൽഡിംഗ് ഇല്ലേ? ബിൽഡിങ്ങോ? ആ പാർക്ക് പിന്നിലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി. എന്റെ വീട്ടുകാര് തന്നതാ. ഇതൊന്നും ഇല്ലാത്തവര് ഇവിടെ ഇരുന്ന് കൊഞ്ഞനും കുത്തുക. ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. പറയട്ടാ. ആ, അത് വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വാടകയ്ക്ക് കൊടുത്തു. ഏത് പൊട്ടനാണ് അത് വാടകയ്ക്ക് വെച്ചത്? സർക്കാർ. സർക്കാരോ? സർക്കാരിന് വേറെ ഇഷ്ടം പോലെ കെട്ടിടങ്ങളുണ്ടല്ലോ, പിന്നെ ഇതിനാ ഉണക്ക കെട്ടിടം. ഒന്നും മിണ്ടായിരിക്കും ഏട്ടൻ പറ. ആ കെട്ടിടത്തിൽ ബിവറേജ് വരണം. അതെന്തിനാണ് ബിവറേജ് വന്നത്? മാജിക് പഠിപ്പിക്കാൻ. ബിവറേജ് വന്ന ആളുകളൊക്കെ പോയിട്ട് മാജിക് പഠിക്കല്ലേ ചെയ്യാ. മന്ദഗണാപ്പന്നേട്ടാ ഈ സാധനം. ആ സുയോട്ടെ കണ്ണു കാണാൻ പാടാതിരിക്കുക. ഏട്ടൻ പറ. ഈ സർക്കാർ ഇപ്പൊ പുതിയ നിയമം ഇറക്കിയത് അറിഞ്ഞില്ലേ? ഹൈവേന്ന് 500 മീറ്റർ മാറിയിട്ട് ഇപ്പൊ ബിവറേജ് പാടുള്ളൂ. ശരി, ഞാൻ വാർത്തയെ കണ്ടായിരുന്നു. അല്ലേട്ടാ, ഇനി അവിടെ ബിവറേജ് വെച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാവോ? എന്റെ വീട്ടിലറിഞ്ഞ ആകെ അറിയാലോ. അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാനെന്ന്? ഇത് 500 മീറ്റർ ഒക്കെ കൂടുതൽ മാറി കിടക്കുന്ന സ്ഥലമല്ലേ, പിന്നെ കാടും പന്തിയും പിടിച്ച് കിടക്കുന്നതാണ്. അടുത്തൊന്നും ഒരു വീട് പോലും ഇല്ല, പിന്നെ ആരെന്ത് പ്രശ്നം ഉണ്ടാക്കാനോ? കുഴപ്പമില്ലേ? ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചല്ല ലോട്ടറി അടിച്ചിട്ടുണ്ടാവും. ഇനി പറയാൻ പോകുന്നത് കേട്ടാ നീ ഞെട്ടും. എന്തിന്? 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ്, 25,000 രൂപ മാസ വാടക. ഓ എന്റെ അമ്മോ, എന്റെ പൊന്നു കനക, കുറേശ്ശെ തള്ളടാ. ഇവളുടെ കൂടെ ചേർന്നിട്ടുണ്ടല്ലോ നീ, ഭയങ്കര നുണയനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങള് പലതും പറയും, അതിൽ അഭിപ്രായം പറയാൻ വരണ്ട. എന്റെ മറ്റവനുണ്ടല്ലോ, ആ മന്ദങ്ങണാപ്പൻ, അവൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവൻ അറ്റാക്ക് വരും. മോനെ, നീ വല്ല പൊട്ടന്മാരോടും പോയി പെടാ വഴി പോയിട്ട്. ആ ഉണക്കക്കെട്ടിടത്തിന് 25,000 രൂപ 1 ലക്ഷം രൂപ പകുതി വിശ്വസിക്കും. അങ്ങോട്ട് ചെന്നാ മതി, ഇപ്പൊ കിട്ടും. എന്റെ ഏട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. എല്ലാ മാസം 25,000 കിട്ടൂലേ, അതിന്ന് 10,000 എന്റെ വീട്ടിൽ കൊടുക്കണം. കാരണം അവരല്ലേ അത് തന്നത്. അതെ, അതൊക്കെ പണ്ട് നീ കുടുംബത്ത് വന്നതിന് മുമ്പ്. ഇപ്പൊ ഇതേ ഈ കുടുംബത്തെ സ്വത്താ. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മ തീരുമാനിക്കണം. ഇപ്പൊ അതൊന്നും സംസാരിച്ചാൽ ശരിയാവില്ല. ആദ്യം നീ ഭക്ഷണം എടുത്തു. പിന്നെ വേറൊരു കാര്യം, ആ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് പോയിട്ട് വൃത്തിയാക്കണം. അത് പെയിന്റ് അടിക്കും വേണം. അത് വേണമെങ്കിൽ ക്ലീറ്റോ നല്ലോണം പെയിന്റ് അടിക്കും കേട്ടോ. ഓ പിന്നെന്താ, അവൻ പെയിന്റ് അടിക്കല്ല, അവൻ പൈന്റ് അടിക്കും. അയ്യോ, ആ പെയിന്റ് അടി ഒന്നും ഞങ്ങൾക്ക് വേണ്ടേ. എങ്ങോട്ടേ? ഇനി നിന്നോട് വേറൊരു കാര്യം, ബിവറേജ് അവിടെ തുടങ്ങി കഴിഞ്ഞാൽ കള്ളും കുടിച്ചിട്ട് അതിന്റെ അവിടെ മൂക്കും കുത്തി പോയിട്ട് എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞേക്കാം അവനോട് കേട്ടാ. ഞാൻ ആ ബിൽഡിങ്ങിന്റെ ഓണറാ. പടി ഭക്ഷണം കഴിച്ചു പോയാൽ മതി. അത്രേ ഉള്ളൂ, എനിക്കറിയാം ഭക്ഷണം കഴിക്കണം. ക്ലീറ്റ് ശരിക്കും നോക്കിയോ? അത് ശരിക്കും 500 മീറ്റർ തന്നെ ഉണ്ടോ? 500 അല്ല തങ്കം, 550 മീറ്ററും ഉണ്ട്.
സത്യം പറഞ്ഞാൽ ആദ്യം ഞാനൊരു ടേപ്പ് മേടിച്ച് അളന്ന് നോക്കി. ഒരു 5 പ്രാവശ്യം അളന്നപ്പോഴും അത് 550 മീറ്റർ ഉണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം ടേപ്പ് കംപ്ലൈൻ്റ് ആണെന്ന്. അങ്ങനെ ഞാൻ ഇത് രണ്ടാമത് മേടിച്ചതാണ്. ഒരു 550 മീറ്റർ ഉണ്ട്. ഇതാണ് മനുഷ്യന് സമയം മാറാൻ അധികം നേരമൊന്നും വേണ്ടെന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് അറിയാമോ? ആ മന്ദത്തിലാണെങ്കിൽ ഗമയോ എൻ്റെ പൊന്നോ, മാസം 25,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അവള് നിലത്തൊന്നും അല്ല, അവൾക്ക് സ്ത്രീധനം കിട്ടിയതാണല്ലോ. നീ മൈൻഡ് ചെയ്യാൻ പോണെന്തിന്? ഞാൻ എങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കും? എന്നെ എന്തോരം കളിയാക്കിന്നറിയോ? അതെ, അവൻ അവിടെ ആ കെട്ടിടത്തിന് പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ ക്ലീറ്റോ നല്ലോണം പെയിന്റ് അടിക്കും, ക്ലീറ്റോനെ ഏൽപ്പിക്കാൻ. എന്റെ പൊന്നെ. അപ്പൊ അവൻ പറയാണ്, നിന്റെ ക്ലീറ്റോന് പെയിന്റ് അല്ല പൈന്റ് അടിക്കാൻ അറിയാവുന്നെന്ന്. എന്നിട്ട് പറഞ്ഞൊരു ചിരി. ക്ലീറ്റോയ്ക്ക് പൈന്റ് അടിക്കാൻ അറിയാം, ഫുൾ അടിക്കാവുന്ന ക്ലീറ്റോ വിചാരിച്ചാ കാണിച്ചു കൊടുക്കാം. കാണിക്കും, നിങ്ങൾ ഈ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അതെ, നീ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് നൈസായിട്ട് എന്തെങ്കിലും നമുക്കൂടെ അതിൽ നിന്ന് മേടിക്കാനൊന്ന് ചോദിക്കണ്ടായിരുന്നോ? അതൊക്കെ അമ്മ പറഞ്ഞതാ. അപ്പൊ അമ്മ അവനോട് പറഞ്ഞടാ, നിന്റെ കൂടപ്പറപ്പല്ലേ, അവൾക്ക് എന്തെങ്കിലും ഒരു ഓഹരി കൊടുക്കണമെന്ന്. അപ്പൊ അവനതല്ല, അവളുടെ വീട്ടിലോട്ട് കൊടുത്തു വിടണമെന്ന്. നമുക്ക് ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞേക്കണ. അത് ശരി. അങ്ങനെയാണെങ്കിൽ അവിടെ ബീവറേജ് വരുമോ ഇല്ലയോ എന്ന് ഈ ക്ലീറ്റോ കാണിച്ചു കൊടുക്കാം. വരുത്തരുത് ക്ലീറ്റോ. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. അമ്മേ, വാടകയ്ക്ക് കൊടുക്കണ കാര്യം പറഞ്ഞപ്പോഴേ എന്റെ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായമ്മേ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും, വെറുതെ അടച്ചു കൂട്ടിട്ടിരുന്നതല്ലേ. ഏട്ടാ, അവിടെ പെയിന്റ് അടിക്കാൻ പറഞ്ഞോ? ആ കാടും പൊന്തൊക്കെ വെട്ടാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പെയിന്റ് അടിക്കുന്നത് അവന് കൊടുത്തല്ലേ. അമ്മയ്ക്ക് എന്താ വട്ടുണ്ടോ? അത് തന്നെ, ചുമ്മാ കുരിഞ്ഞിന് ഇര പോലും എടുക്കാത്ത പാർട്ടിയാണ് പെയിന്റ് അടിക്കാൻ നടക്കുന്നത്. പൊടി പൊടി. എന്താട്ടമ്മേ, അളിയ എന്താ പത്രം വായിച്ചോണ്ടിരിക്കണോ? ഇല്ലല്ല, ഞാൻ ചപ്പാത്തി വിട്ടോണ്ടിരിക്കുക. നീ എവിടൊക്കെ രാവിലെ തന്നെ വെള്ളം വെള്ളിയിട്ട് ആരെ വിളിപ്പിക്കാനാ? ഞാനേ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ ഇറങ്ങിയതാ. ഏതമ്മയുടെ അടുന്ന്? ഏതമ്മേ? ഈ അമ്മയുടെ. എന്റെ പൊന്നു മോനെ, നിനക്ക് ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്തോ പറ്റി? അമ്മ ഇന്നല്ലേ ഇലക്ഷനും ഉണ്ടാവുമായിരിക്കും. ആണോ ക്ലീറ്റോ ചേട്ടാ? ഓ ഇതൊന്നല്ലമ്മ, നമുക്കൊരു നല്ല കാര്യം വരുന്നു എന്ന് അറിഞ്ഞപ്പോ അത് ആലോചിച്ച് വട്ടായി പോയതാ. അമ്മേ, ഞാനൊരു പൊതുപ്രവർത്തകനാണല്ലോ. അപ്പൊ പൊതുജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. കൊടുക്കമ്മ, മൊത്തം കൊടുക്കാം. പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, പ്രാർത്ഥിച്ചേക്കാം. എന്തായാലും അവൻ എന്നെ ഒരു അനുഗ്രഹം മൊത്തം പ്രാർത്ഥിച്ചോണേ അമ്മ. ഓ പിന്നെ ജനങ്ങൾക്ക് നന്മ വരുന്ന കാര്യം. ചളാക്കരുത്. അളിയോ, ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഇങ്ങനെ ഒറ്റ ഇരിപ്പിരുന്ന് പത്രം വായിച്ച് തീർക്കരുത്. നാളത്തെ പത്രം കൂടെ വായിക്കാനുള്ളതാണ്. സന്തോഷമുള്ള വാർത്തകൾ ഉണ്ടാവും. വരട്ടെ അമ്മേ. ഞാനെന്തോ കുത്തും കോളും വെച്ചാണല്ലോ സംസാരം. രാവിലെ എന്നിട്ട് പൊട്ടം കടിച്ച പോലെ വന്നേക്കണേ. നാത്തൂന്റെ നല്ല തല്ലിട്ടി കാണുമെന്ന് രാവിലെ തന്നെ. ഹലോ, ബഷീർക്ക, ഒരു 50 ചിക്കൻ ബിരിയാണി വേണം. അന്നത്തെ പോലെ വെറും എല്ല് മാത്രം കൊടുത്തു വിടുന്നത്. ഇറച്ചി വേണം. ശരി ശരി ശരി, ഞാൻ വിളിക്കാം. അല്ലടാ, ഞാൻ കേട്ടത് സത്യമാണോ? എന്തുവാ? നമ്മുടെ ജമന്തിക്ക് ഭാഗം കിട്ടിയ സ്ഥലത്ത് ബീവറേജ് വരാൻ പോണെന്ന്. സന്തോഷായില്ലേ? എന്തോ സന്തോഷം. കണ്ടവന്റെ പറമ്പിലെ പുല്ലും കണ്ടോണ്ട് ഞാൻ പശുവിനെ വളർത്തിട്ട് വല്ല കാര്യമുണ്ടോ? വീടുമ്പത്തൊരു നല്ല കാര്യം നടക്കുമ്പോൾ നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്? അല്ല മാപ്പ, ആർക്കാണ് നല്ലത് വരുന്നത്? കനകനും അവന്റെ കുടുംബത്തിനും അല്ലേ നല്ലത് വരുന്നത്? എനിക്കോ എന്റെ തക്കളി പോക്കോ എന്റെ തങ്കത്തിനും എന്നെങ്കിലും ഗുണമുണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ഞാൻ ഒന്നും ചോദിച്ചില്ലേ, നീ ഇപ്പൊ എങ്ങടാണാവോ? ഞാൻ ഇച്ചിരി തിരക്കില്ല. ഇത് ശനിയാഴ്ചയല്ലേ, നല്ല ദിവസമാണ്. ജനനന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനത് നോക്കിയിട്ട് വേണ്ട. ഈ ജനനന്മയൊക്കെ ചെയ്യണതിന് നല്ല ദിവസം നോക്കണം. അങ്ങനെ ഉണ്ട്. പൊതുജനസേവനം ചെയ്യാനും നല്ല ദിവസം നോക്കണം. അല്ല, ഈ ശനിയാഴ്ച എങ്ങനെ നല്ല ദിവസമാവുക? അവന്റെ കളിയാക്കിയതാ. ചിലർക്ക് ശനിയാഴ്ച നല്ല ദിവസമാവും. കനക, കനക ചേച്ചി, ജവന്തി അമ്മാവ തോന്നുന്നു. എവിടെ കനകൻ? എവിടെ? സന്തോഷായടാ, ഞാനെല്ലാം അറിഞ്ഞു. എന്തായാലും ജമന്തിക്ക് കിട്ടിയ വീട് എന്താ യാച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. നല്ല വരുമാനല്ലേ വരാൻ പോണ്. നീ സന്തോഷിക്കൊന്നും വേണ്ട. എനിക്ക് നിന്നെ പേടിയാണ്. അവിടെ എന്ത് നടത്തുന്നതിന് എനിക്ക് വിഷമമില്ല. പക്ഷെ ഇതൊരു മാവേലി സ്റ്റോർ അല്ല, മദ്യഷാപ്പാണെന്ന് ആലോചിച്ച് വേണം ഇതൊക്കെ കാണാൻ. അതെ, മദ്യഷാപ്പാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര സന്തോഷം. തങ്കം അറിഞ്ഞില്ലേ, ആങ്ങളക്ക് ശുക്രദശ. എനിക്ക് തോന്നുന്നത് ശാപം കിട്ടുന്ന പണിയാന്നാ. ഇത് വേണ്ട. വല്ല പെണ്ണുങ്ങളെ ശാപം കിട്ടും. മൂത്തവര് സംസാരിക്കുമ്പോ ഇടയിൽ കയറി വരണ്ട.
അമ്മാവാ ഹവീൽദാര് വീരഭദ്രൻ നായരുടെ മക്കള് കള്ള് വിറ്റ് നടക്കണമെന്ന് ആൾക്കാർ പറയും, നോക്കിക്കോ. എടി അതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമില്ലാതില്ല, ഇഷ്ടം തന്നെ. പക്ഷെ ഈ പണ്ടേ ഈ ഹവീൽദാരി മദ്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴുണ്ടല്ലോ, ഓ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു. അന്ന് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നത്, നിനക്കറിയാലോ. മദ്യക്കുപ്പി പലതും അധിക വിലക്ക് വിറ്റിരുന്നത് ഞാനല്ലേ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്തിനു ശാപം കിട്ടാൻ? ഇത് വാറ്റുചാരായെന്നല്ല, സർക്കാർ അംഗീകരിച്ച് അവര് വെക്കുന്നതിന് നമ്മൾ വാടകയ്ക്ക് സ്ഥലം കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. കള്ളല്ലേ? ഓ പിന്നെ അമ്മാവാ, ഇനിയിപ്പോ നമ്മൾ ബിവറേജ് പോയിട്ട് ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്താൽ മതി, അന്നേരം സാധനം ഇവിടെ എത്തും. ഞാനേ നീ കുറച്ച് ദിവസം ഇവിടെ അങ്ങോട്ട് കൂടിയാലോ എന്ന് ആലോചിക്കാം. എന്തിന്? അത് വേണ്ട, നീ ഇവിടെ താമസിച്ചാൽ ശരിയാവത്തില്ലടാ ഈ മദ്യ കച്ചവടമായിട്ട്. നീ ഒരു കാര്യം ചെയ്യ, അവിടെ എങ്ങാനും നിൽക്കി, ആളുകാർ കയറി ഇറങ്ങാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. അതിന് ആൾക്കാരില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ. ആളുകൾ വന്നോളും. അതെ തന്നെ, ഇവിടെ ഇതിന്റെ ഉള്ളിൽ കൂടി നടക്കൂല. അതെ, അമ്മാവന്റെ സ്വഭാവം നന്നായിട്ട് അമ്മയ്ക്ക് അറിയാതുകൊണ്ടാ. ഇത് ഏട്ടനോട് കൂടിയാ പറഞ്ഞത്, ഇവിടെ കൂടി നടക്കൂല. അല്ല, ഇവിടെ കഴിക്കണമെന്നില്ല, ഇങ്ങനെ ഒരു സ്ഥാനമുള്ള സ്ഥിതിക്ക് എനിക്ക് ക്യൂ നിൽക്കണ്ട, വേണ്ടത് വേണ്ടപ്പോ കിട്ടുമല്ലോ അല്ലേ. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ആ 2 മുറി കടയില്ലേ, അത് 1 മുറി അമ്മാവനോട് കൊടുക്കാം. അവിടെ ഇരുന്ന് കണ്ടുപിടിക്കാം, അത് നല്ല കാര്യം. കള്ളുടിക്കാനല്ല, അവിടെ ബിസിനസ് ചെയ്യാന്. എന്ത് ബിസിനസ്? അല്ലേ, ഉഗ്രൻ ഐഡിയ ആണ്. ഒരു ഫ്രിഡ്ജ് മാത്രം വാങ്ങിച്ചാൽ മതി അമ്മാവ. പിന്നെ തണുത്ത വെള്ളം, സോഡ, പിന്നെ ടച്ചിങ്സ്, അതിന് അച്ചാറ്, താറാമുട്ട പുഴുങ്ങിയത്, കോഴിമുട്ട പുഴുങ്ങിയത്, പിന്നെ കപ്പലണ്ടി, മരച്ചീനി, മീന്, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാം. പറഞ്ഞ പൈസയാണ്, 5 പൈസ കടം പോകില്ല. അത് നല്ലൊരു, ഞാൻ എന്തായാലും വെറുതെ ഇരിക്കാം, എന്നാ കച്ചവടം ചെയ്യാം. പിന്നെ മറ്റേ മുറി ക്ലീറ്റോന് കൊടുക്കോ? എന്തിന്? അല്ല, ക്ലീറ്റോ കച്ചവടം ചെയ്തോളൂടാ. അയ്യോ വേണ്ട, വാടക തരുന്നവർക്കേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. അവനെങ്ങനെ അവിടെ കച്ചവടം ചെയ്ത് അവന് സോഡ വെക്കാനല്ലേ ഒഴിവുണ്ടാവുള്ളൂ. ആ സോഡ ഒഴിച്ചിട്ട് നിറയെ കഴിക്കാനേ സമയം കിട്ടും. എന്നാ പിന്നെ ഞാൻ അവിടെ തയ്യക്കട തുടങ്ങാം. ഞാനേ തരക്കൊന്നാണ് തരും ചേട്ടാ. നീ ആ കള്ളുടിയന്മാരുടെ പോയിരുന്നിട്ട് ആരടി തയ്ക്കാൻ നിൽക്കുന്നത് ആണാ? ഇതെന്ത് കഷ്ടാന്ന് നോക്കിക്കേ. നിങ്ങൾ ഞങ്ങൾക്ക് കടമുറി തരൂല, പെയിന്റ് അടിക്കാനുള്ളത് തരൂല, പൈസയും തരൂല, ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? എടാ നീ ഒരു കാര്യം ചെയ്യ്, ക്ലീറ്റസിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവന്റെ ഓഹരി വാങ്ങിച്ച് അവിടെ ഒരു ബിസിനസ്. അമ്മ, ഒരു നല്ല കാര്യം നടന്നതാണ്. എനിക്കൊരു 10 രൂപ വരുമാനം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തുടങ്ങിയാണ് ഇവിടേക്ക് ഈ സൂക്കട്. നീ എന്തിനാണ് ഈ ഭ്രാന്ത് എടുക്കണത്? സ്വന്തം ആങ്ങളൊക്കെ ഒരു ഗുണം ഉണ്ടാവുമ്പോ സന്തോഷിക്കല്ലേ വേണ്ട? ഇങ്ങനെയുണ്ടോ ഒരു ആർത്തി? നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ. ആ ദൈവം അല്ലേ ചോദിക്കാൻ പോണ, ക്ലീറ്റസ് ആണ്. എന്തേ ഇവിടെ കനകം ഇങ്ങോട്ട് വന്നേ, എന്തേ ഇങ്ങോട്ട് വാന്നൊരു പ്രശ്നമുണ്ടെന്ന്. നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ. ആ ദൈവം അല്ലേ ചോദിക്കാൻ പോണ, ക്ലീറ്റസ് ആണ്. എന്തേ ഇവിടെ കനകം ഇങ്ങോട്ട് വന്നേ, എന്തേ ഇങ്ങോട്ട് വാന്നൊരു പ്രശ്നമുണ്ടെന്ന്. ഇതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടാന്നാ? ഇങ്ങോട്ട് വാ, എന്തടാ ഇങ്ങോട്ട് വന്നേ അമ്മ. വാന്ന് ഇങ്ങോട്ട് വന്നേ അമ്മ. എന്താണ്? അതെ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണ്. നമ്മുടെ ക്ലീറ്റസ് ഇല്ലേ, അവൻ കുറെ പാർട്ടിക്കാരെയും കുടുംബശ്രീ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് നമ്മുടെ ബീവറേജ് തുടങ്ങാൻ പോണ റൂമില്ലേ, അതിന്റെ മുമ്പിൽ പന്തല് കെട്ടി നിരാഹാര സമരം തുടങ്ങാൻ പോണേന്ന്. അതിനെന്താ സർക്കാരിനോടും ഇടപെടണം അവന്റെ കളി, അവൻ എന്താ ചെയ്യട്ടെ? അമ്മാവ ജനം മുഴുവൻ അവന്റെ പുറകെ കൂടിയിട്ടുണ്ട്. എന്ത് ഗംഭീര പ്രസംഗം നടത്തണേന്ന് അറിയാമോ? എന്ത് മനുഷ്യനാണ് അമ്മാവ, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവോ? ഇതിനു വേണ്ടിട്ട് അവൻ രാവിലെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോയത്. എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ സാധനം കൈവിട്ടു പോകും. ഒരു വരുമാന മാർഗമാണ്, അത് ആലോചിക്കണം. അതെ, വിഷാണ്. കുടുംബദ്രോഹിയാണ്, അവനെ വെടിവെച്ച് കൊല്ലണം. അവൻ അങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ ഇന്ന് വീട്ടിൽ കയറ്റില്ല. ഞാൻ എന്റെ പൊന്നമ്മാവ് ഈ കാര്യം അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. എന്തേലും വന്ന് ഇത് കൈവിട്ടു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ നയത്തിൽ കൂടെ നിർത്താൻ നോക്ക്. അത് അവനെ സംസാരിച്ച് കൂടെ നിർത്തിയാൽ മതി. കാര്യം നടന്നു കഴിയുമ്പോൾ നമുക്ക് നിലപാട് മാറ്റാമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നീ വൈകിട്ടൊന്നും ഇങ്ങോട്ട് വരുമോ? ഞാൻ എപ്പോൾ വിളിച്ചാലും വരാം. ഞാനിപ്പോൾ അവൻ്റെ പ്രകടനം കണ്ടിട്ട് ആ വഴിയല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അതല്ലേ? ആ മുഴുവൻ ആളുകളും പെണ്ണുങ്ങളും അവൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഷാപ്പ് വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് താല്പര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് മാറ്റൂലേ? മാറ്റൂല. എന്നാൽ എത്ര സ്ഥലത്തു നിന്നാണ് സമരം കാരണം മാറ്റിവെച്ചത്? അതെ, എന്നാ നീ പിന്നെ അധികം തട്ടിക്കയറാനും നിൽക്കണ്ട, നീ വൈകിട്ട് വാ, നമുക്ക് അവനായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. ആ, നമുക്കൊരു മയത്തിന് അവനെ കൂടെ നിർത്താം. ആ കാര്യം ശരി, കൈവിട്ടു പോകരുത്. കേട്ടോ? നോക്കാം. ശരി. എന്തിനു പറയണല്ലേ, ഇല്ലെങ്കിൽ അണക്ക് ഈ പിടിവാശി കുറച്ച് കൂടുതലാണ്. എന്റെ പിടിവാശിയുടെ കാര്യത്തിൽ ഇവൻ എന്തൊരു മനുഷ്യനാണ്. ഇവൻ ആരെങ്കിലും ചെയ്യും? ഒരു 10 രൂപ വരുമാന മാർഗം ഉണ്ടാവുന്ന സംഗതിക്ക് ഇടങ്കുലിടാൻ വേണ്ടി ആരെങ്കിലും നിൽക്കും? നീ ചെയ്താടാ ശരി. ഇങ്ങനെയുള്ളവരൊന്ന് 10 പൈസയുടെ സഹായം ചെയ്യരുത്. 10 പൈസ അവനെ കൊടുത്തു വരും. എന്താടാ, എന്താ ക്ലീറ്റാക്കി?
ഒന്നുമില്ല. ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് നമ്മുടെ ഇതുപോലുള്ള കൊച്ചു ഗ്രാമങ്ങളിലാണ്. അങ്ങനെയുള്ള നമ്മുടെ ഈ ഗ്രാമങ്ങളുടെ ഉറക്കം കെടുത്താൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ത് വില കൊടുത്തും നമ്മൾ ഇവിടെ നിന്നും തൂത്തെറിയുന്നതായിരിക്കും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ കെട്ടിടം ആരുടേതാണെന്ന്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കെട്ടിടമല്ല ഏതൊരു കെട്ടിടവും പൊളിച്ചു മാറ്റാൻ ബന്ധുത്വത്തിന് ഒരു വിലയും ഞാൻ കൊടുക്കില്ല എന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു സുഹൃത്തുക്കളെ. എന്തൊരു തമ്മാടിത്തരാണ് അവൻ കാണിച്ചത്. ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടാവും. ഇന്ന് അവൻ ആ പടികാര്യങ്ങൾ വന്നാലുണ്ടോ എന്റെ മുട്ടുകാരി ഞാൻ തല്ലി കാലത്തെ അനുഗ്രഹമായി കയറി വന്നിരിക്കുന്നു. എന്റെ കൊച്ചിന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാനാണ് വന്നത് ഞാൻ അറിഞ്ഞ. കണ്ണിലെങ്ങാണ്ടും അവനെ കണ്ട. ഓ മകനെ പറ്റിയമ്മ രണ്ടാളും കൂടി പകരം വിട്ട് ഇറങ്ങിയിരിക്കുക. പിന്നെ ഞങ്ങൾ എന്തോ വേണം? എന്റെ ചെറുക്കന്റെ ജീവിതമാണോ തകർത്തത്? പൈസക്ക് വേണ്ടി മാത്രമാണ് ആ വൃത്തികെട്ടവൻ ഈ കളി മുഴുവൻ കളിക്കുന്നത്. അത് തന്നെ അമ്മേ, പൈസ കിട്ടുമെന്ന് പറഞ്ഞാലേ ക്ലീറ്റോ ചേട്ടൻ എന്ത് വൃത്തിയായിട്ടും കാണിക്കും. ഏട്ടാ ഇതിന് വിട്ടുകൊടുക്കരുത്. എവിടെ എന്ന് വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ വിട്ടുകൊടുക്കേണ്ട വാശിയും പിടിച്ചിരുന്നോ? ആർക്കാ നഷ്ടം? അവന് നഷ്ടപ്പെടാനൊന്നുമില്ല. നഷ്ടപ്പെടാനുള്ളത് മുഴുവൻ നിൽക്ക. അമ്മാവൻ എന്ത് നീ പറയണേ? പിന്നെ എല്ലാം ഇങ്ങനെ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കണോ? കാര്യം നടക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. എന്താണ് ഞാൻ പറയുന്നേക്ക്? നിനക്ക് അവിടെ ബീവറേജ് വരണോ വരണ്ടേ? വേണം. വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേക്ക്. അവൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനേക്കാൾ കൂടുതൽ കൊടുക്കാന്ന് പറ. അതെങ്ങനെ? അമ്മാവൻ എന്താണ് ഈ പറയണത്? അവൻ ചോദിക്കുന്ന മുഴുവൻ കൊടുക്കാൻ നിന്നാല് ആരാടാ ഇതിന് കൊടുക്കണേ? കൊടുക്കാന്ന് പറയേ. അപ്പൊ അവൻ സമരത്തിൽ നിന്ന് പിന്മാറും. ബീവറേജ് അവിടെ വരും. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കാം. ഇതെല്ലാത്തിനേക്കാളും വലിയ പ്രശ്നമാവും. പാർട്ടിക്കാരെന്ന് ആലോചിക്കണം. എന്ത് പാർട്ടിക്കാര്? എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ തന്നെ. ഇന്നത് ചെയ്യാന്ന് പറഞ്ഞ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണം നമുക്ക് അറിഞ്ഞൂടെ? എടാ ഞാൻ പറയുന്ന പോലെ ചെയ്യേ. എന്നാ ബീവറേജ് അവിടെ വരും. പക്ഷെ അമ്മാവൻ പറയണ പോലെയൊക്കെ നടക്കണം. നടക്കും. അവൻ വിചാരിച്ചൊക്കെ കൂടുതൽ കൊടുക്കാന്ന് പറ. നാളെ അവനോട് വരാൻ പറ. ഓക്കെ ആണോ? ശരി. ഈ സമയത്ത് എടുത്തുചാട്ടല്ല, ബുദ്ധിയാണ് വേണ്ടത്. ബുദ്ധി. അമ്മാവാ ഇവൻ പണ്ടും ഇങ്ങനെയാ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കും, ഒന്നും പുറത്ത് കാണിക്കില്ല. ക്ലീറ്റസേ, എടാ നിന്റെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞൂടെ? പിന്നെ ഇല്ല പറഞ്ഞൂടെ? അല്ല, എൻ്റെ ഭാര്യ നിങ്ങളോട് വന്ന് മലയാളത്തിലല്ലേ പറഞ്ഞത്? അയ്യോ അതെന്താന്നറിയോ, നാത്തൂൻ തമാശയായിട്ടല്ലേ വന്ന് പറഞ്ഞേ, കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇവള് മലയാളത്തിലെ കോമഡി നടിയല്ലേ, വന്ന് തമാശയായിട്ട് പറയാൻ. അതല്ലടാ, ഇവൾക്ക് പറ്റാത്ത എന്തെങ്കിലും പറഞ്ഞ അവളുടെ മുഖം മാറും. ചെറുപ്പം മുതലേ അവളെ അങ്ങനെയായിട്ട്. നിന്റെ മുഖത്ത് നീ ഒന്ന് ചിരിക്കടി. അങ്ങനെ ചിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ കാല് വന്ന് പിടിച്ചതല്ലേ, ക്ലീറ്റോനെ പിണക്കല്ലേ 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 എന്ന്. അതിന് ആര് പിണക്കി ക്ലീറ്റോനെ? ക്ലീറ്റോനെ നമ്മൾ പിണക്കിയില്ലല്ലോ. പിണക്കാതെ പെയിന്റ് അടിക്കാൻ നീ എന്താ പറഞ്ഞത്? പെയിന്റ് അടിക്കാൻ അത് കൊള്ളാവുന്ന ആരെങ്കിലും പെയിന്റ് അടിക്കണ്ടേ? അതുകൊണ്ടല്ല നാത്തൂനെ, ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് നമ്മുടെ കെട്ടിടം പെയിന്റ് അടിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? അപ്പൊ ബിസിനസിന് റൂം തരാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു? അത് മോശമല്ലേ? ക്ലീറ്റോ ചേട്ടൻ ജോലി എടുക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അത് തന്നെ, ഇത്രയും കാലം നമ്മൾ അവന് ഒരു ജോലിക്ക് വിട്ടിട്ടുണ്ടോ? നല്ല കുടുംബക്കാര് ക്ലീറ്റോ ചേട്ടനെ സംരക്ഷിക്കുന്ന ആൾക്കാര്. എടാ അതൊന്നുമല്ല, നീയൊക്കെ വിചാരിച്ച് ക്ലീറ്റോ വെറും പുല്ലാണ് അല്ലേ? ഇപ്പൊ മനസ്സിലായോ ക്ലീറ്റോയുടെ വില? അങ്ങനെ പറയല്ലേ ക്ലീറ്റോ, ഒരു കാര്യം വരുമ്പോഴല്ലേ നമ്മള്. നീ സംസാരിക്കണ്ട. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയണ്ട. അപ്പൊ അമ്മവാ ഇനിയിപ്പോ അതൊന്ന് പറ, നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വേണ്ട, ഞങ്ങളൊന്നും തീരുമാനിച്ചല്ല ക്ലീറ്റോ. വേണ്ട, നിങ്ങൾ തീരുമാനിച്ചതല്ല, ഞങ്ങൾ തീരുമാനിച്ചത്. എന്തെങ്കിലും തീരുമാനിക്കും, ഞങ്ങളൊരു തീരുമാനത്തിൽ ഉറച്ചു. എന്തായാലും അതങ്ങ് പറഞ്ഞേക്കാം അമ്മാവാ. അല്ല വേണ്ട വേണ്ട, താല്പര്യമില്ല. എന്നാ പിന്നെ ആർക്കും വേണ്ട, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ പറയല്ലേ അമ്മ, ഇത് എന്താണെന്ന് കേൾക്ക്. അല്ല വേണ്ട വേണ്ടെന്നേ വേണ്ട. അതിപ്പോ അങ്ങനെ അവര് സമരം ചെയ്തിട്ട് ആ ബീവറേജ് അവിടെ വരുന്നില്ലെങ്കിൽ വേണ്ട. നമ്മൾ തീരുമാനിച്ചു, കിട്ടുന്ന അഡ്വാൻസിന്റെ പകുതി അവർക്ക് കൊടുക്കാം, വാടകയുടെ പകുതി മാസം മാസം കൊടുക്കാം. അത് വേണ്ടെങ്കിൽ വേണ്ട, ആർക്കും വേണ്ട. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങള് ഈ തരുന്നവര് ആദ്യം സന്തോഷത്തോടെ അത് പറയണം.
അല്ലാതെ ഇങ്ങനെ മുക്കി മൂളി അവിടെ കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഞങ്ങള് അങ്ങനെ അളിയാ ഇത് സന്തോഷത്തോടു കൂടി തരാമല്ലേ പറഞ്ഞത്. ക്ലീറ്റസ് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ എന്തൊരു സാധനമാണ് അവൻ കിട്ടിയിട്ട് നിനക്ക് തരാതിരുന്നത് അതൊന്നും ഓർത്താ. എന്ത് സാധനം തന്നിട്ടുള്ളത്? അയ്യോ ദൈവത്തെ മറന്ന് പറയരുത്. ഇനിയിപ്പോ പോട്ടെ, കഴിഞ്ഞതൊക്കെ പോയി. ഇത് നമ്മൾ തീരുമാനിച്ചതാ അല്ലേ? ആ എന്താ തീരുമാനം? താല്പര്യം ഉണ്ടെങ്കിലാവാം, ഇല്ലെങ്കിൽ വേണ്ട, നിർത്തി. നിക്ക്, എന്താ തീരുമാനം എന്ന് പറ, ഞങ്ങളൊന്ന് കേക്കട്ടെ. പറഞ്ഞല്ലോ, അഡ്വാൻസ് കിട്ടിയതിന്റെ പകുതി നിങ്ങൾക്ക്, മാസ വാടക എത്ര കിട്ടുന്നു അതിന്റെ പകുതി നിങ്ങൾക്ക്. എന്താ സന്തോഷമായില്ലേ? നീ എന്ത് പറയണു? അല്ല അപ്പൊ റൂമിന്റെ കാര്യം ഒന്നും ആ പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞില്ലല്ലോ. റൂമിന്റെ എന്താ കാര്യം? അല്ല റൂം അപ്പൊ എനിക്ക് നടത്താൻ തരുമോ? കടമുറിയും തരില്ല, കടമുറി പരിപാടി ഇല്ല, അതില്ല, അത് നടക്കില്ല. ആ എന്നാ അതിന്റെ വാടകയുടെ പകുതി കൂടെ തന്നാ മതി. ഒരിക്കലും തരില്ല. അല്ല അത് അതിലെ പിന്നെ വേണ്ട. അത് ജമന്തി തീരുമാനം. എന്ത് വേണം? ഏട്ടന്റെ പെങ്ങളല്ലേ, ഞാൻ എന്ത് തീരുമാനിക്കാനാ? നിങ്ങൾ രണ്ടിനും കൂടി തീരുമാനിച്ചാ മതി. നാത്തൂനൊരു വിഷമം ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. അല്ല, നമ്മള് വാടക കിട്ടുന്നതിന്റെ പകുതി കൊടുക്കും, അഡ്വാൻസ് കിട്ടുന്നതിന്റെ പകുതിയും കൊടുക്കും. കടമുറയുടെ കൊടുക്കണ്ടേ? അതിപ്പോ നാത്തൂന് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്തോ. അല്ല വേണ്ട, സമരം ഞാൻ ഒന്നുകൂടെ ബലപ്പിച്ചോളാം. അല്ല അത് വേണ്ട, അത് വേണ്ട. ഞാൻ പറയട്ടെ, എന്തായാലും ഞാനും ഇവിടുത്തെ ഒരു അംഗമാണല്ലോ. നിങ്ങൾക്ക് എന്തായാലും ഈ കിട്ടുന്ന കാശ് പപ്പാതിയാക്കുന്നുണ്ട്. അപ്പൊ കടമുറി ഞാൻ നടത്തിക്കോളാം. അമ്മാവൻ ഇനി അതിന്റെ ഇടയിൽ കയറല്ലേ, കടമുറി വിട്ടുകളാ ക്ലീറ്റസ്, വിട്ടുകളാ. അത് ഞാൻ നടത്തിക്കോളാടാ. അല്ല അമ്മാവ് നടത്തിക്കോ, അവിടെ കിട്ടുന്ന ആ ലാഭത്തിന്റെ ഒരു വിഹിതം കൂടെ ഞങ്ങൾക്ക് തരണം. നാത്തൂന് എന്ത് പറയണോ അതുപോലെ അങ്ങ് ചെയ്തു. നാത്തു പറ. എന്താന്ന് വെച്ചാലൊക്കെ ചെയ്യും. ആ അപ്പൊ അതും കൂടെ സമ്മതമാണോ? ചെയ്തു കൊടുക്കും. അതും കൂടെ സമ്മതമല്ല, ഞാൻ നിർത്തുകയാണ്. അല്ല ഇതാ ഞങ്ങളൊന്ന് അയഞ്ഞു വരുമ്പോ ഇവനെന്തേക്കാ നിങ്ങൾക്ക് എല്ലാം കൂടെ നിങ്ങളൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാല് ഈ പരിപാടി വേണ്ട, നിർത്തിക്കോ. നല്ലത്. വേണ്ട. കടമുറി വേണ്ട. അപ്പൊ തീരുമാനമല്ല. അപ്പൊ തീരുമാനമായോ? അല്ല ഒരു കാര്യം ചെയ്യും. പിന്നെ അമ്മാവന്റെ കാര്യമല്ലേ, അമ്മാവനെ നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. വേണ്ട, അതങ്ങ് വിട്ടാരെ. ബാക്കിയുള്ള പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് കിട്ടണം. അല്ല അങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ അങ്ങോട്ട് വാലും പൊക്കി പോയിട്ട് അവിടെ ഓരോന്ന് കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്ക്. അത് ഞാൻ എന്റെ പിള്ളേരെ വിളിച്ച് പറയാം. അവര് അവിടെ നിന്ന് നാളെ ഞാൻ മാറിക്കോളും. പിന്നെ ഒരു കാര്യം, ആ പിള്ളേരെ ഒതുക്കാനായിട്ട് ഇച്ചിരി കാശിന്റെ ചെലവ്. അതെന്തിനാ നീ പറഞ്ഞു വിട്ടാ അവര് പോയിക്കോളൂല്ലേ? അവരെ അങ്ങനെ അങ്ങനെയൊന്നും പോകില്ല. അവർക്ക് ദിവസം ഞാൻ ഇത്ര രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അപ്പൊ അതും കൊടുക്കാം, എത്ര കൊടുക്കേണ്ടി വരും? അതിപ്പോ ഞാൻ അവരോട് ചോദിക്കട്ടെ, അവര് പറയും. അത് കനകം തരും. തരും, അത് കനകം തന്നെ തരണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉറപ്പിക്കല്ലേ? എനിക്കൊരു കാര്യം കൊണ്ട് ചോദിക്കാനുണ്ട്. എന്താണ്? അഡ്വാൻസ് കിട്ടിയോ? അഡ്വാൻസ് കിട്ടിയിട്ടില്ല എന്റെ തങ്കം. അഡ്വാൻസ് കിട്ടുമ്പോ ക്ലീറ്റോയും കൂടി വരും അത് മേടിക്കാൻ വേണ്ടി. പിന്നെ അഗ്രിമെന്റ് എഴുതുമ്പോ ഒന്ന് കാണിച്ചു കൊടുക്കണം. എഗ്രിമെന്റ് എഴുതുമ്പോൾ അല്ല എഗ്രിമെന്റ് എഴുതുമ്പോൾ ഞാൻ കാണണ്ടേ നിങ്ങൾ എത്രയാണ് മേടിക്കണതെന്നും എത്രയാണ് വാടക വെച്ചേക്കണമെന്നൊക്കെ ഞാൻ അറിയണ്ടേ? നിങ്ങൾ പറയണ എന്തെങ്കിലും നക്കാപ്പിച്ച മേടിച്ചോണ്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇതൊന്നും നടക്കൂലെന്നെ. സമ്മതിച്ചു. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അഡ്വാൻസ് മേടിക്കാൻ പോകുമ്പോ അവനെ കൊണ്ടുപോയി, എഗ്രിമെന്റ് എഴുതാൻ പോകുമ്പോഴും അവനെ കൊണ്ടുപോയി പോരെ? സമ്മതിച്ചോ? ശരി. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് പൂർണ്ണ സമ്മതാണോ? അതൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ. എന്നാ രണ്ടുപേരും കൈ കൊടുത്തിട്ട് നമുക്കായിട്ട് തീരുമാനം എടുക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ കൈയെടുക്ക്. വേണ്ട അമ്മാവാ. അതല്ല, ഇടത്ത കൈയല്ല കൊടുക്കുക, വലത്ത കൈ. അപ്പൊ ഓക്കെ, എല്ലാം നമ്മൾ തീരുമാനിച്ചുറച്ച പോലെ. മതി. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നന്നായി. ഞാൻ അവിടെ വന്ന് സമരം നിർത്തുന്ന കാര്യം പറയാനിരിക്കുവായിരുന്നു. ഞങ്ങൾ അതോടെ ഇങ്ങോട്ട് വന്നത്. എന്ത്? നമ്മുടെ സമരം വിജയിച്ച് ക്ലീറ്റസേട്ടാ. എങ്ങനെ? നമ്മുടെ സമരം കാരണം ഇവിടെ തുടങ്ങായിരുന്ന ബിവറേജ് അടുത്ത പഞ്ചായത്തിൽ മാറ്റി സ്ഥാപിക്കാൻ സർക്കാർ ഉത്തരവിട്ടുണ്ട്. ഇനി നമ്മുടെ പഞ്ചായത്തിൽ ബിവറേജ് വരില്ല. അഭിവാദ്യങ്ങൾ Alien versus Alien.